ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്ന്, ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നികുതിയുള്ള രാജ്യങ്ങളിലൊന്ന്, ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച ഏറ്റവും ചെറിയ രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നാട്, വെള്ളത്തിനേക്കാൾ വിലക്കുറവിൽ പെട്രോൾ ലഭിക്കുന്ന നാട്, റോഡരികിൽ കൂറ്റൻ ഒട്ടകങ്ങൾക്കായുള്ള എയർ കണ്ടീഷൻ ചെയ്ത തണുപ്പുള്ള ഷെഡുകളുള്ള നാട്, മരുഭൂമിയിൽ കൃത്രിമമായി മഴ പെയ്യിക്കാൻ ക്ലൗഡ് സീഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന നാട്, ട്വിറ്റർ, ഫേസ്ബുക്ക് എന്നിവ ഉപയോഗിക്കുന്നതിൽ ലോക റെക്കോർഡുള്ള ജനതയുള്ള നാട്, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപുകളിലൊന്ന് സ്ഥിതി ചെയ്യുന്ന നാട്. ഇതൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു കൗതുകം തോന്നിയില്ലേ? എന്നാൽ ആ നാടിനെ പറ്റി കൂടുതൽ അറിയുമ്പോൾ ഇനിയും കൗതുകമേറാം. എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര മറ്റൊരു കൗതുക ലോകത്തേക്കാണ്. അതെ, പശ്ചിമേഷ്യയിൽ അറേബ്യൻ ഉപദ്വീപിലെ ഒരു ചെറിയ എമിറേറ്റായ ഖത്തറിലേക്ക്. ഒരു കാലത്ത് മുത്തുവാരൽ തൊഴിലാളികളുടെയും നാടോടികളുടെയും മാത്രം ലോകമായിരുന്ന ഒരു കൊച്ചു രാജ്യം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു. ഖത്തർ കേവലം ഒരു രാജ്യമല്ല, അസാധ്യമായതിനെ സാധ്യമാക്കിയ ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഈ മരുഭൂമിയിലെ രത്നം പലപ്പോഴും നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. വെറും 50 വർഷം മുൻപ് എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സാന്നിധ്യം തിരിച്ചറിയുന്നതിന് മുൻപ് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രം കൂട്ടിനുണ്ടായിരുന്ന ഒരു ജനത. എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഖത്തർ മാറിയതിന് പിന്നിൽ അവിശ്വസനീയമായ ഒരു കഥയുണ്ട്. ആ കഥയിലെ ഓരോ ഏടും നമ്മെ അത്ഭുതപ്പെടുത്തും, പ്രചോദിപ്പിക്കും. ഖത്തറിന്റെ അവിശ്വസനീയമായ വളർച്ചയുടെയും അവിടുത്തെ ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ലോകത്തെ അമ്പരപ്പിച്ച വികസനത്തിന്റെയും കഥയിലേക്ക് നമുക്ക് കടക്കാം. ഖത്തറിന്റെ ചരിത്രം തുടങ്ങുന്നത് മരുഭൂമിയുടെയും കടലിന്റെയും കഥകളിലാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഈ കൊച്ചു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയത് മുത്തുവാരൽ വ്യവസായമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച നിലവാരമുള്ള മുത്തുകൾക്ക് ഖത്തർ പ്രശസ്തമായിരുന്നു. പേർഷ്യൻ ഗൾഫിന്റെ ആഴങ്ങളിൽ നിന്ന് മുത്തുകൾ ശേഖരിച്ച് അവ വിദേശ വിപണികളിൽ വിറ്റഴിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപജീവനം നടത്തിയിരുന്നത്. ഓരോ മുങ്ങൽ വിദഗ്ധനും കടലിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിടുമ്പോൾ അവരുടെ കുടുംബത്തിന്റെ പ്രതീക്ഷകളും കൂടിയാണ് ആഴങ്ങളിലേക്ക് പോയിരുന്നത്. കഠിനാധ്വാനവും ത്യാഗവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അത്. ഈന്തപ്പനകളും മണൽക്കൂനകളും നിറഞ്ഞ ഭൂപ്രകൃതിയിൽ ശുദ്ധജലത്തിന്റെ ലഭ്യത പോലും ഒരു വെല്ലുവിളിയായിരുന്നു. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കവേ അവരുടെ സകല പ്രതീക്ഷകളെയും ജപ്പാൻ തകർത്തു കളഞ്ഞു. 1920-കളിൽ ജപ്പാനിൽ കൃത്രിമ മുത്തുകൾ നിർമ്മിക്കപ്പെട്ടതോടുകൂടിയായിരുന്നു അത്. അതോടെ ഖത്തറിലെ മുത്തു വ്യവസായം തകർന്നു. ഖത്തറിന്റെ സമ്പദ് വ്യവസ്ഥ വളരെ പ്രതിസന്ധിയിലായി. ദാരിദ്ര്യവും പട്ടിണിയും രാജ്യത്തെ ഗ്രസിച്ചു. എന്നാൽ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കപ്പെടും എന്നാണല്ലോ, അത് തന്നെ സംഭവിച്ചു. 1938-ൽ ഖത്തറിന്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവ് സംഭവിച്ചു. അന്ന് ആരും കരുതിയിരുന്നില്ല ഈ മരുഭൂമിക്ക് അടിയിൽ കോടിക്കണക്കിന് നിധി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന്. ആ നിധിയാണ് എണ്ണയും പ്രകൃതിവാതകവും. ദുഃഖാൻ എണ്ണപ്പാടത്ത് കറുത്ത സ്വർണം കണ്ടെത്തിയത് ഖത്തറിന്റെ ഭാവിയെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. 2-ാം ലോക മഹായുദ്ധം കാരണം എണ്ണ ഉൽപാദനം വൈകി എങ്കിലും 1949-ൽ ആദ്യമായി എണ്ണ കയറ്റുമതി ചെയ്തതോടെ ഖത്തർ പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിച്ചു. മുത്തുവാരൽ വ്യവസായം പതിയെ അസ്തമിച്ചു. പകരം എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും യുഗം ആരംഭിച്ചു. നിങ്ങൾക്കറിയാമോ, ഖത്തറിന്റെ ചരിത്രം വെറും 100-200 വർഷം പഴക്കമുള്ളതല്ല. ശിലായുഗം മുതൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. 70,000 വർഷം പഴക്കമുള്ള മനുഷ്യവാസത്തിന്റെ തെളിവുകൾ ഖത്തറിന്റെ ആധുനിക കെട്ടിടങ്ങൾക്കടിയിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ഈ മരുഭൂമിക്ക് എത്രയോ കഥകൾ പറയാനുണ്ടാകും. ഇനിയൊരു അത്ഭുതകരമായ മറ്റൊരു കാര്യം പറയാം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഖത്തറിന്റെ തീരത്തുള്ള പർപ്പിൾ ദ്വീപ് എന്നും അറിയപ്പെടുന്ന അൽഗോർ ദ്വീപ് റോമൻ ചക്രവർത്തിമാർക്കും മറ്റ് പ്രമുഖർക്കും വേണ്ടിയുള്ള പർപ്പിൾ ചായം നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. മ്യൂറക്സ് എന്ന കടൽ ഒച്ചിൽ നിന്നാണ് ഈ ചായം വേർതിരിച്ചെടുത്തിരുന്നത്. ടയർ എന്ന നഗരത്തെയാണ് പലരും ഈ ചായത്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെടുത്തുന്നത് എങ്കിലും അൽഗോർ ദ്വീപാണ് ഇതിന്റെ ആദ്യകാല കേന്ദ്രമെന്ന് ചില തെളിവുകൾ സൂചിപ്പിക്കുന്നു. അന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ചായങ്ങളിൽ ഒന്നായിരുന്നു ഇത്.
ഖത്തറിന്റെ ഈ പുരാതന വ്യാപാര ബന്ധം പലർക്കും അറിയാത്ത ഒരു ചരിത്രമാണ്. ഖത്തറിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും നിരപ്പായ രണ്ടാമത്തെ രാജ്യമാണ് ഖത്തർ എന്ന് നിങ്ങൾക്കറിയാമോ? ഖത്തറിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലം ഖുറൈൻ അബു അൽ ബാവലാണ്. ഇത് കടൽ നിരപ്പിൽ നിന്ന് വെറും 103 മീറ്റർ ഉയരത്തിലാണ്. മരുഭൂമി നിറഞ്ഞ ഈ ഭൂപ്രകൃതിയാണ് ഖത്തറിനെ ഇത്രയധികം സവിശേഷമാക്കുന്നത്. ഈ നിരപ്പായ ഭൂമിക്ക് അതിൻ്റെതായ വെല്ലുവിളികളും സാധ്യതകളുമുണ്ട്. മണൽക്കാറ്റും വെള്ളപ്പൊക്കവും പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ഇത് ഖത്തറിനെ കൂടുതൽ ദുർബലമാക്കുന്നുണ്ട്. എങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനും നഗരാസൂത്രണത്തിനും ഇത് സഹായകമാണ്. എന്നിരുന്നാലും പേർഷ്യൻ ഗൾഫുമായി അതിർത്തി പങ്കിടുന്നതിനാൽ ഖത്തറിന് തീരദേശ വികസനത്തിനും സമുദ്ര പ്രവർത്തനങ്ങൾക്കും മറ്റും വലിയ സാധ്യതകളുണ്ട്. ഖത്തറിന്റെ സംസ്കാരം അതിന്റെ മരുഭൂമിയിലെ ജീവിതം പോലെ തന്നെ സമ്പന്നവും വൈവിധ്യപൂർണവുമാണ്. ബെഡൂയിൻ ഗോത്രവർഗക്കാരുടെ പാരമ്പര്യത്തിന് ഇവിടെ വലിയ സ്ഥാനമുണ്ട്. ഖത്തറിലെ പരമ്പരാഗത നെയ്ത്ത് രീതിയായ അൽ സാദു ഇതിന് ഒരു ഉദാഹരണമാണ്. ബെഡൂയിൻ സ്ത്രീകളുടെ കരവിരുതിൽ രൂപപ്പെടുന്ന ഈ നെയ്ത്ത് അവരുടെ ജീവിത രീതിയെയും കലയെയും പ്രതിഫലിപ്പിക്കുന്നു. യുനെസ്കോയുടെ അദൃശ്യമായ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒന്നാണ് അൽ സാദു. ഇത് കേവലം ഒരു നെയ്ത്ത് മാത്രമല്ല, ഒരു ജനതയുടെ കഥ പറയുന്ന കലാരൂപം കൂടിയാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യം പറയാം. ഖത്തറിൽ ഫാൽക്കണി ഉപയോഗിച്ചുള്ള വേട്ടയാടൽ അഥവാ ഫാൽക്കൺറി ഒരു പ്രധാന സാംസ്കാരിക പാരമ്പര്യമാണ്. ഇത് കേവലം ഒരു വിനോദം മാത്രമല്ല, ഒരു ജീവിത രീതി കൂടിയാണ്. ഫാൽക്കണുകളെ പരിശീലിപ്പിക്കുന്നതിനും അവയെ പരിപാലിക്കുന്നതിനും വലിയ പ്രാധാന്യം നൽകുന്നു. ഫാൽക്കണിന് വേണ്ടി ഒരു പ്രത്യേക ആശുപത്രി പോലും ഖത്തറിലുണ്ട്, ഫാൽക്കൺ ഹോസ്പിറ്റൽ എന്ന പേരിൽ. ഇത് ലോകത്തിലെ തന്നെ അപൂർവമായ ഒന്നാണ്. ഫാൽക്കണോടുള്ള ഖത്തറികളുടെ സ്നേഹവും ബഹുമാനവും ഇതിൽ നിന്ന് വ്യക്തമാണ്. ആധുനികതയുടെ കാര്യത്തിൽ ഖത്തർ ഒട്ടും പിന്നിലല്ല. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപുകളിലൊന്നായ ദി പേൾ ഖത്തർ ദോഹയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആഡംബര ജീവിതശൈലിയുടെ പ്രതീകമായ ഈ ദ്വീപ് ഖത്തറിന്റെ സാമ്പത്തിക വളർച്ചയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഉദാഹരണമാണ്. ഇവിടെ ആഡംബര വില്ലകളും അപ്പാർട്ട്മെന്റുകളും ബോട്ടുകളും റെസ്റ്റോറന്റുകളും എല്ലാം ഒരുമിച്ച് ചേരുന്നു. ഇത് ഒരു ദ്വീപ് മാത്രമല്ല, ഒരു സ്വപ്നലോകം കൂടിയാണ്. ഖത്തറിന്റെ വാസ്തുവിദ്യയും എടുത്തു പറയേണ്ട ഒന്നാണ്. ഖത്തർ നാഷണൽ മ്യൂസിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മരുഭൂമിയിലെ മണൽക്കാറ്റിൽ രൂപപ്പെടുന്ന ഡെസേർട്ട് റോസ് എന്ന പ്രകൃതിദത്ത രൂപകൽപ്പനയിൽ നിന്നാണ്. ഇത് ഖത്തറിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്നു. മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് ഒരു കൃത്രിമ ദ്വീപിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രശസ്ത വാസ്തുവിദ്യൻ IM പേ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഈ കെട്ടിടങ്ങൾ കേവലം നിർമ്മിതികളല്ല, അവ ഓരോന്നും ഓരോ കലാസൃഷ്ടികളാണ്. ഖത്തറിന്റെ ചരിത്രത്തെയും ഭാവിയെയും വിളിച്ചോതുന്നവ. ഖത്തറിന്റെ പ്രകൃതിയിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സിംഗിങ് സാൻഡ് ഡ്യൂൺസ് അഥവാ പാട്ടുപാടുന്ന മണൽക്കൂനകൾ ഒരു അത്ഭുത പ്രതിഭാസമാണ്. കാറ്റ് വീശുമ്പോൾ ഈ മണൽക്കൂനകളിൽ നിന്ന് ഒരു തരം സംഗീതം പുറപ്പെടുന്നു. ഇത് കേൾക്കാൻ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. മരുഭൂമിക്ക് സംഗീതം നൽകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഖത്തറിൽ അത് സാധ്യമാണ്. കൂടാതെ ദുഗോങ്ങുകൾ എന്നറിയപ്പെടുന്ന കടൽ പശുക്കളുടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സംഖ്യ ഖത്തറിലുണ്ട്. 600 മുതൽ 700 ദുഗോങ്ങുകൾ വരെ കൂട്ടമായി ഖത്തറിന്റെ തീരങ്ങളിൽ കാണപ്പെടുന്നു. ഈ മൃഗങ്ങൾ ഖത്തറിന്റെ സമുദ്ര പരിസ്ഥിതിയുടെ ആരോഗ്യത്തിന്റെ സൂചകമാണ്. ഇവയെ സംരക്ഷിക്കാൻ ഖത്തർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പരമ്പരാഗത കായിക വിനോദങ്ങളിൽ ഒട്ടകയോട്ടം ഖത്തറിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒട്ടകയോട്ടത്തിൽ റോബോട്ടുകളെ ജോക്കികളായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമാണ് ഖത്തർ. ഇത് മൃഗങ്ങളോടുള്ള ക്രൂരത ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ഖത്തറിന്റെ പുരോഗമനപരമായ ചിന്താഗതിക്ക് ഒരു ഉദാഹരണമാണ്. പാരമ്പര്യത്തെ ആധുനികതയുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള ഖത്തറിന്റെ കഴിവ് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഖത്തറിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ എണ്ണയും പ്രകൃതിവാതകവും പ്രധാന വരുമാന മാർഗമെന്ന് നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരങ്ങളിലൊന്ന് ഖത്തറിലാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി. എന്നാൽ ഖത്തർ വെറും എണ്ണ സമ്പത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അവർ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ടൂറിസം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വലിയ നിക്ഷേപങ്ങൾ അവർ നടത്തുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഖത്തർ ലോകത്തിന് തന്നെ മാതൃകയാണ്. ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ചപ്പോൾ അവർ അത്യാധുനിക സ്റ്റേഡിയങ്ങളും റോഡുകളും മെട്രോ സംവിധാനങ്ങളും നിർമ്മിച്ചു.
എന്നാൽ ഈ വികസനം വെറും ലോകകപ്പിന് വേണ്ടി മാത്രമായിരുന്നില്ല. ഖത്തറിന്റെ ദീർഘകാല വികസന പദ്ധതിയായ വിഷൻ 2030 ഇതിന് പിന്നിലുണ്ട്. സാമ്പത്തിക വൈവിധ്യവൽക്കരണം, മാനുഷിക വികസനം, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി മുന്നോട്ടു പോകുന്നത്. ഇനി ഒരു അത്ഭുതകരമായ പദ്ധതിയെക്കുറിച്ച് പറയാം. മഷൈറബ് ഡൗൺ ടൗൺ ദോഹ എന്നൊരു പദ്ധതി ഖത്തറിലുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും സുസ്ഥിരമായ നഗര വികസന പദ്ധതികളിൽ ഒന്നാണ്. ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം ലീഡ് ഗോൾഡ് അല്ലെങ്കിൽ പ്ലാറ്റിനം സർട്ടിഫിക്കേഷൻ നേടിയവയാണ്. അതായത് പരിസ്ഥിതി സൗഹൃദപരവും ഊർജ്ജക്ഷമതയുള്ളതുമായ കെട്ടിടങ്ങളാണിവ. പഴയ ദോഹയുടെ ഹൃദയഭാഗത്ത് പരമ്പരാഗത ഖത്തറി വാസ്തുവിദ്യയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കേവലം കെട്ടിടങ്ങളല്ല, ഭാവിയിലേക്കുള്ള ഒരു മാതൃകയാണ്. ഖത്തറിലെ എഡ്യൂക്കേഷൻ സിറ്റി ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു വലിയ സമുച്ചയമാണ്. പ്രമുഖ അന്താരാഷ്ട്ര സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇവിടെയുണ്ട്. അമേരിക്കയിലെയും യൂറോപ്പിലെയും പ്രശസ്തമായ സർവകലാശാലകൾക്ക് ഇവിടെ ശാഖകളുണ്ട്. ഇത് ഖത്തറിനെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നു. അറിവിനും ഗവേഷണത്തിനും ഖത്തർ നൽകുന്ന പ്രാധാന്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. ഖത്തർ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസം, ഗവേഷണം, സാമൂഹിക വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ നിയമങ്ങളും സാമൂഹിക മര്യാദകളുമുണ്ട്. ഖത്തറിന്റെ കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല. ഒരു ഇസ്ലാമിക രാജ്യമായതിനാൽ ഇവിടെ ഇസ്ലാമിക നിയമങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് മദ്യത്തിന് ഇവിടെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ലൈസൻസ് ഉള്ള ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും മാത്രമേ മദ്യം ലഭ്യമാകൂ. ഇത് ഖത്തറിന്റെ സാമൂഹിക ഘടനയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഖത്തർ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാണ്. ആഗോള സമാധാന സൂചികയിൽ ഖത്തർ എല്ലായ്പ്പോഴും ഉയർന്ന സ്ഥാനത്താണ്. കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. അത് അവിടുത്തെ നിയമവ്യവസ്ഥയുടെയും ജനങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയുടെയും ബലമാണ്. സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ പോലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ. ഇനി ഒരു കൗതുകകരമായ വസ്തുത പറയാം. ഖത്തറിൽ പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ 3 ഇരട്ടി കൂടുതലാണ്. ഇത് പ്രധാനമായും വിദേശ തൊഴിലാളികളുടെ വലിയ ജനസംഖ്യ കാരണമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ജോലി തേടി ഖത്തറിൽ എത്തുന്നു. ഇത് ഖത്തറിനെ ഒരു ബഹുസ്വര സമൂഹമാക്കി മാറ്റുന്നു. വിവിധ സംസ്കാരങ്ങളും ഭാഷകളും ഇവിടെ ഒരുമിച്ച് ചേരുന്നു. ഖത്തറിന്റെ ദേശീയ പതാകയിൽ വെള്ളയും മെറൂൺ നിറവുമാണ് ഉള്ളത്. മെറൂൺ നിറം ചരിത്രപരമായ യുദ്ധങ്ങളെയും വെള്ള സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. പതാകയിലെ 9 അരികുകൾ ഖത്തർ ഗൾഫ് സഹകരണ കൗൺസിലിലെ 9ാമത്തെ അംഗരാജ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. ഓരോ രാജ്യത്തിന്റെയും പതാകയ്ക്ക് അതിൻ്റെതായ ചരിത്രവും പ്രാധാന്യവുമുണ്ട്. ഖത്തറിന്റെ പതാകയും അതിന്റെ ചരിത്രത്തെയും സ്വത്വത്തെയും വിളിച്ചോതുന്നു. ഖത്തറിൽ ഒരു പരമ്പരാഗത മാർക്കറ്റ് ഉണ്ട്. അതിന്റെ പേര് സൗഖ് വാക്കിഫ് എന്നാണ്. ഇവിടെ സുഗന്ധവ്യഞ്ജനങ്ങൾ, കരകൗശല വസ്തുക്കൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ എന്നിവ വിൽക്കുന്നു. ഇത് കേവലം ഒരു മാർക്കറ്റ് മാത്രമല്ല, ഖത്തറിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും അടുത്തറിയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. പഴയകാല ഖത്തറിന്റെ ഒരു നേർക്കാഴ്ച ഇവിടെ നിന്ന് ലഭിക്കും. ഇവിടെയുള്ള റെസ്റ്റോറന്റുകളിൽ പരമ്പരാഗത ഖത്തറി വിഭവങ്ങൾ ആസ്വദിക്കാനും സാധിക്കും. ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഖത്തറിന്റെ ആതിഥ്യ മര്യാദയും എടുത്തു പറയേണ്ട ഒന്നാണ്. അതിഥികളെ സൽക്കരിക്കുന്നതിൽ അവർ വലിയ പ്രാധാന്യം നൽകുന്നു. അറബി കാപ്പിയും ഈന്തപ്പഴവും നൽകി അതിഥികളെ സ്വീകരിക്കുന്നത് ഇവിടുത്തെ ഒരു സാധാരണ രീതിയാണ്. ഇത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പരസ്പര ബഹുമാനത്തിനും സ്നേഹത്തിനും അവർ വലിയ വില കൽപ്പിക്കുന്നു. മരുഭൂമി രാജ്യമാണെങ്കിലും ഖത്തർ പ്രകൃതിയുടെ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭൂമിയാണ്. കൂടാതെ പരിസ്ഥിതി സംരക്ഷണത്തിന് അവർ വലിയ പ്രാധാന്യം നൽകുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖത്തറിലെ കണ്ടൽക്കാടുകൾ അഥവാ അൽതഗിറ മാൻഗ്രോവ്സ്. മരുഭൂമിക്ക് നടുവിൽ കടലിനോട് ചേർന്ന് കാണുന്ന ഈ കണ്ടൽക്കാടുകൾ ഒരു അത്ഭുത പ്രതിഭാസമാണ്. നിരവധി പക്ഷികളുടെയും മറ്റ് ജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണിത്. കയാക്കിങ്ങിനും പ്രകൃതി നിരീക്ഷണത്തിനും പറ്റിയ ഒരിടം കൂടിയാണിത്. മരുഭൂമിയിൽ ഇങ്ങനെയൊരു പച്ചപ്പ് കാണുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ഖത്തറിലെ മറ്റൊരു പ്രകൃതി വിസ്മയമാണ് കോറൽ അദൈദ് എന്ന ഉൾക്കടൽ. ഇത് ഇൻലാൻഡ് സീ എന്നും അറിയപ്പെടുന്നു. മരുഭൂമി കടലുമായി ചേരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണിത്. യുനെസ്കോ ഇതിനെ ഒരു പ്രകൃതി സംരക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണൽക്കൂനകൾ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇവിടെ
ക്യാമ്പിങ്ങിനും സാഹസിക വിനോദങ്ങൾക്കും അവസരങ്ങളുമുണ്ട്. വേലിയേറ്റ സമയത്ത് കടൽ വെള്ളം മരുഭൂമിയിലേക്ക് കയറുകയും വേലിയിറക്ക സമയത്ത് അത് തിരികെ പോവുകയും ചെയ്യുന്നു. ഇത് ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. ഖത്തറിൽ ദഹിൽ അൽ മിസ്ഫിർ എന്നൊരു ഗുഹയുണ്ട്. ഇത് ലൈറ്റ് ഓഫ് ദോഹ എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ ഉള്ളിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് വരുന്നത് ഒരു പ്രത്യേക കാഴ്ചയാണ്. ജിപ്സം ക്രിസ്റ്റലുകൾ നിറഞ്ഞ ഈ ഗുഹയ്ക്ക് ഏകദേശം 40 മീറ്ററോളം ആഴമുണ്ട്. പ്രകൃതിദത്തമായ ഈ ഗുഹ ഖത്തറിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്ക് ഒരു ഉദാഹരണമാണ്. കൂടാതെ അൽ ജസാസിയ പെട്രോഗ്ലിഫ്സ് എന്ന പേരിൽ പുരാതന ശിലാലിഖിതങ്ങളുമുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കൊത്തുപണികൾ കാണാം. ഇത് ഖത്തറിന്റെ പുരാതന ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും വെളിച്ചം വീശുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൽ ഖത്തർ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണ്. 1 മില്യൺ ട്രീ പ്ലാന്റിംഗ് ഇനിഷ്യേറ്റീവ് പോലുള്ള പദ്ധതികൾ ഇതിന് ഉദാഹരണമാണ്. മരുഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഹരിതവൽക്കരണം നടത്താനുള്ള ശ്രമങ്ങളാണിത്. കൂടാതെ ജല സംരക്ഷണത്തിനും പുനരുപയോഗ ഊർജത്തിനും ഖത്തർ വലിയ പ്രാധാന്യം നൽകുന്നു. സൗരോർജ പദ്ധതികളും ജലശുദ്ധീകരണ പ്ലാന്റുകളും ഇതിന്റെ ഭാഗമാണ്. മരുഭൂമിയിലെ ജലക്ഷാമം നേരിടാൻ അവർ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഇതിന് ഉദാഹരണമാണ്. ഖത്തർ കായിക ലോകത്ത് ഒരു പ്രധാന ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഫ ലോകകപ്പ് 2022 ആതിഥേയത്വം വഹിച്ചതിലൂടെ അവർ അത് തെളിയിച്ചു. ലോകകപ്പിനായി നിർമ്മിച്ച സ്റ്റേഡിയങ്ങൾ ഓരോന്നും വാസ്തുവിദ്യയുടെ വിസ്മയങ്ങളാണ്. ലോകകപ്പ് ഫുട്ബോൾ ഒരു വലിയ വിജയമായിരുന്നു. ഇത് ഖത്തറിന്റെ ആഗോള നില വർദ്ധിപ്പിച്ചു. ലോകകപ്പ് കൂടാതെ മറ്റ് നിരവധി അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾക്കും ഖത്തർ ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ടെന്നീസ്, ഗോൾഫ്, മോട്ടോർ സ്പോർട്സ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഒട്ടകയോട്ടം ഖത്തറിന്റെ പരമ്പരാഗത കായിക വിനോദങ്ങളിൽ ഒന്നാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഖത്തറിൽ മറ്റൊരു രസകരമായ കായിക വിനോദം കൂടിയുണ്ട്, ഫാൽക്കൺട്രി. ഫാൽക്കണുകളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ. ഇത് കേവലം ഒരു കായിക വിനോദം മാത്രമല്ല, ഒരു സാംസ്കാരിക പാരമ്പര്യം കൂടിയാണ്. ഫാൽക്കണുകളെ പരിശീലിപ്പിക്കുന്നതിനും അവയെ പരിപാലിക്കുന്നതിനും വലിയ പ്രാധാന്യം നൽകുന്നു. ഫാൽക്കണുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ആശുപത്രി പോലും ഖത്തറിലുണ്ട്. ഫാൽക്കൺ ഹോസ്പിറ്റൽ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും തന്നെ അപൂർവമായ ഒന്നാണ്. പരുന്തുകളോടുള്ള ഖത്തറികളുടെ സ്നേഹവും ബഹുമാനവും ഇതിൽ നിന്ന് വ്യക്തമാണ്. വിനോദസഞ്ചാര മേഖലയിലും ഖത്തർ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. മരുഭൂമി സഫാരി, മണൽ കൂനകളിലൂടെയുള്ള ഡ്രൈവിംഗ്, കടൽ തീരങ്ങളിലെ വിശ്രമം എന്നിവയെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപുകളിലൊന്നായ ദി പേൾ ഖത്തർ സ്ഥിതി ചെയ്യുന്നു. ഇത് ആഡംബര ജീവിതശൈലിയുടെ പ്രതീകമാണ്. ഇവിടെ ആഡംബര വില്ലകളും അപ്പാർട്ട്മെന്റുകളും ബോട്ടുകളും റെസ്റ്റോറന്റുകളും എല്ലാം ഒരുമിച്ച് ചേരുന്നു. ഇത് ദ്വീപ് മാത്രമല്ല, ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. ഖത്തറിൽ ഖത്തറ കൾച്ചറൽ വില്ലേജ് എന്നൊരു സാംസ്കാരിക കേന്ദ്രമുണ്ട്. ഇവിടെ പരമ്പരാഗത ഖത്തറി വാസ്തുവിദ്യയും കലകളും പ്രദർശിപ്പിക്കുന്നു. ആംഫി തിയേറ്റർ, മ്യൂസിയങ്ങൾ, ആർട്ട് ഗാലറികൾ, റെസ്റ്റോറന്റുകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ഖത്തറിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അടുത്തറിയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ വിവിധ സാംസ്കാരിക പരിപാടികളും ഉത്സവങ്ങളും നടത്താറുണ്ട്. ഇത് വിനോദസഞ്ചാരികളെയും പ്രാദേശിക ജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്നു. ഖത്തറിൽ ഫിലിം സിറ്റി എന്ന പേരിൽ ഒരു സിനിമ സെറ്റ് ഉണ്ട്. ഇത് ഒരു പഴയ അറബ് ഗ്രാമത്തെ അനുസ്മരിപ്പിക്കുന്നു. സിനിമ ചിത്രീകരണങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നു. മരുഭൂമിക്ക് നടുവിൽ ഇങ്ങനെയൊരു സിനിമ സെറ്റ് കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഇത് ഖത്തറിന്റെ കലാപരമായ താല്പര്യങ്ങളെയും വിനോദ വ്യവസായത്തെയും എടുത്തു കാണിക്കുന്നു. ഖത്തർ എയർവേസ് ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനുകളിൽ ഒന്നാണ്. ദോഹയിൽ നിന്ന് ഓക്ലൻഡിലേക്കുള്ള ഖത്തർ എയർവേസ് വിമാനമാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനം. ഇതിന്റെ ദൂരം 14,536 കിലോമീറ്റർ ആണ്. ഇത് ഖത്തറിന്റെ ആഗോള ബന്ധങ്ങളെയും വിനോദസഞ്ചാര മേഖലയിലെ വളർച്ചയെയും സൂചിപ്പിക്കുന്നു. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, അടുത്ത വീഡിയോയിൽ ഏത് രാജ്യത്തെക്കുറിച്ച് അറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഖത്തർ വെറും എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും നാടല്ല, കലയുടെയും സൗന്ദര്യത്തിന്റെയും ഒരു വലിയ ലോകം കൂടിയാണ്. ലോകോത്തര നിലവാരമുള്ള മ്യൂസിയങ്ങളും കലാസ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഖത്തർ നാഷണൽ മ്യൂസിയം, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് എന്നിവയെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനപ്പുറം ഖത്തറിന്റെ പൊതു ഇടങ്ങളിൽ പോലും കലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ആർട്ട് ഇൻസ്റ്റാളേഷനുകൾ ഇതിന് ഉദാഹരണമാണ്.
പ്രശസ്ത കലാകാരന്മാരുടെ സൃഷ്ടികൾ ഖത്തറിന്റെ തെരുവുകളിൽ പോലും കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് റിച്ചാർഡ് സെറയുടെ ഈസ്റ്റ് വെസ്റ്റ് വെസ്റ്റ് ഈസ്റ്റ് എന്ന ഇൻസ്റ്റാളേഷൻ ഖത്തറിന്റെ മരുഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള 4 കൂറ്റൻ സ്റ്റീൽ പ്ലേറ്റുകളാണ്. ഇത് മരുഭൂമിയുടെ വിശാലതയിൽ ഒരു പ്രത്യേക അനുഭവം നൽകുന്നു. ഇത് കേവലം ഒരു ശില്പം മാത്രമല്ല, പ്രകൃതിയും കലയും തമ്മിലുള്ള ഒരു സംഭാഷണം കൂടിയാണ്. കൂടാതെ ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പോലും ലോകോത്തര നിലവാരമുള്ള കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് പോലും കല ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഇടമാക്കി ഖത്തർ വിമാനത്താവളത്തെ മാറ്റിയിരിക്കുന്നു. ഖത്തറിന്റെ പരമ്പരാഗത കലാരൂപങ്ങൾക്കും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. അറബി കാലിഗ്രഫി, അൽസാദു നെയ്ത്ത്, ജിപ്സം കൊത്തുപണികൾ എന്നിവയെല്ലാം ഖത്തറിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ്. ഈ കലാരൂപങ്ങളെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഖത്തർ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഖത്താറ കൾച്ചറൽ വില്ലേജിൽ ഈ കലാരൂപങ്ങളെക്കുറിച്ച് പഠിക്കാനും അവ ആസ്വദിക്കാനും അവസരങ്ങളുണ്ട്. ഇത് ഖത്തറിന്റെ സമ്പന്നമായ കലാപരമായ ചരിത്രത്തെയും ഭാവിയെയും വിളിച്ചോതുന്നു. ഖത്തറിൽ നാഷണൽ ലൈബ്രറി എന്ന പേരിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. ഇവിടെ ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളും ഡിജിറ്റൽ ശേഖരങ്ങളുമുണ്ട്. ഇത് കേവലം ഒരു ലൈബ്രറി മാത്രമല്ല, ഒരു പഠന കേന്ദ്രം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പൊതുജനങ്ങൾക്കും അറിവ് നേടാനുള്ള വലിയ അവസരം ഇത് നൽകുന്നു. ലൈബ്രറിയുടെ വാസ്തുവിദ്യയും അതിമനോഹരമാണ്. ഇത് ഖത്തറിന്റെ അറിവിനോടുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ഏതൊരു രാജ്യത്തെയും അടുത്തറിയാൻ അവിടുത്തെ ഭക്ഷണ രീതികളെക്കുറിച്ച് അറിയുന്നത് വളരെ പ്രധാനമാണ്. ഖത്തറിന്റെ പാചക രീതികൾ അതിന്റെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു. അറബ്, പേർഷ്യൻ, ഇന്ത്യൻ, ആഫ്രിക്കൻ സ്വാധീനങ്ങൾ ഖത്തറി വിഭവങ്ങളിൽ കാണാം. മരുഭൂമിയിലെ ജീവിത രീതിയും കടൽ തീരത്തെ വിഭവങ്ങളും ഇവിടുത്തെ ഭക്ഷണത്തെ സവിശേഷമാക്കുന്നു. ഖത്തറിന്റെ ദേശീയ വിഭവങ്ങളിൽ ഒന്നാണ് മജ്ബൂസ്. ഇത് അരിയും മാംസവും സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. സാവധാനത്തിൽ പാചകം ചെയ്യുന്ന ഇത് വളരെ രുചികരമാണ്. ഹരീസ് മറ്റൊരു പ്രധാന വിഭവമാണ്. ഗോതമ്പും മാംസവും ചേർത്തുണ്ടാക്കുന്ന ഒരുതരം കഞ്ഞിയാണിത്. റമദാൻ മാസങ്ങളിൽ ഇത് വളരെ പ്രചാരത്തിലുണ്ട്. തരീദ് എന്ന വിഭവം ഇറച്ചിയും പച്ചക്കറികളും ചേർത്തുണ്ടാക്കുന്ന ഒരുതരം സ്റ്റ്യൂ ആണ്. ഇത് പരമ്പരാഗത റൊട്ടിയോടൊപ്പം കഴിക്കുന്നു. ഖത്തറിലെ ഭക്ഷണ രീതികളിൽ ഈന്തപ്പഴത്തിനും അറബി കാപ്പിക്കും വലിയ പ്രാധാന്യമുണ്ട്. അതിഥികളെ സ്വീകരിക്കുമ്പോൾ ഈന്തപ്പഴവും കാപ്പിയും നൽകുന്നത് ഇവിടുത്തെ ഒരു സാധാരണ രീതിയാണ്. ഇത് അവരുടെ ആതിഥ്യ മര്യാദയുടെ പ്രതീകമാണ്. ഖത്തറികൾ അതിഥികളെ സൽക്കരിക്കുന്നതിൽ വലിയ പ്രാധാന്യം നൽകുന്നു. അവരുടെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഈ ആതിഥ്യ മര്യാദ പ്രകടമാണ്. മജ്ലിസ് എന്നറിയപ്പെടുന്ന അതിഥി സൽക്കാര മുറികൾ ഇവിടുത്തെ വീടുകളുടെ ഒരു പ്രധാന ഭാഗമാണ്. ഇവിടെ അതിഥികൾക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും സൗകര്യങ്ങൾ ഒരുക്കുന്നു. സൗഖ് വാക്കിഫ് എന്ന പരമ്പരാഗത മാർക്കറ്റിൽ ഖത്തറിന്റെ തനത് ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെയുള്ള റെസ്റ്റോറന്റുകളും കഫേകളും പരമ്പരാഗത ഖത്തറി വിഭവങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര വിഭവങ്ങളും വിളമ്പുന്നുണ്ട്. കൂടാതെ ഇവിടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഈന്തപ്പഴം, മധുര പലഹാരങ്ങൾ എന്നിവയും ലഭ്യമാണ്. ഇത് ഖത്തറിന്റെ രുചി വൈവിധ്യങ്ങളെ അടുത്തറിയാൻ സഹായിക്കും. ഖത്തറിൽ മരുഭൂമിയിലെ ജീവിത രീതിയെ അനുസ്മരിപ്പിക്കുന്ന ബെഡുയിൻ ടെന്റുകളുണ്ട്. ഇവിടെ പരമ്പരാഗത രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുകയും അതിഥികളെ സൽക്കരിക്കുകയും ചെയ്യുന്നു. ഇത് വിനോദസഞ്ചാരികൾക്ക് ഒരു പ്രത്യേക അനുഭവമാണ്. മരുഭൂമിയിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ നക്ഷത്രങ്ങളെ നോക്കി ഭക്ഷണം കഴിക്കുന്നത് ഒരു അവിസ്മരണീയമായ അനുഭവമായിരിക്കും. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ദേശീയ ചിഹ്നങ്ങളുണ്ട്. ഖത്തറിന്റെ ദേശീയ മൃഗം അറേബ്യൻ ഓറിക്സ് ആണ്. ഈ മനോഹരമായ മൃഗം ഖത്തറിന്റെ മരുഭൂമിയിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള അതിന്റെ കഴിവ് കൊണ്ട് ഖത്തറിന്റെ പ്രതിരോധ ശേഷിയെയും മനോഹാരിതയെയും പ്രതീകവൽക്കരിക്കുന്നു. ഒരു കാലത്ത് വംശനാശ ഭീഷണി നേരിട്ടിരുന്ന ഈ മൃഗത്തെ സംരക്ഷിക്കാൻ ഖത്തർ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ അറേബ്യൻ ഓറിക്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഇത് ഖത്തറിന്റെ പ്രകൃതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. അറേബ്യൻ ഓറിക്സിന്റെ കൊമ്പുകൾക്ക് ഏകദേശം 75 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഇവയുടെ വെളുത്ത നിറം മരുഭൂമിയിലെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു. കൂടാതെ ഇവയ്ക്ക് വെള്ളം കുടിക്കാതെ ദീർഘകാലം ജീവിക്കാൻ സാധിക്കും. മരുഭൂമിയിലെ കഠിനമായ സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ ഇവയെ സഹായിക്കുന്ന നിരവധി പ്രത്യേകതകൾ ഈ മൃഗത്തിനുണ്ട്. ഖത്തറിന്റെ മരുഭൂമിയിലെ ജീവിതത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് അറേബ്യൻ ഓറിക്സ്. ഈ മൃഗത്തെ ഖത്തറിന്റെ നാണയങ്ങളിലും സ്റ്റാമ്പുകളിലും മറ്റ് ഔദ്യോഗിക ചിഹ്നങ്ങളിലും കാണാൻ സാധിക്കും. ഇത് ഖത്തറിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അറേബ്യൻ ഓറിക്സിനോടുള്ള പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഖത്തറിലെ വന്യജീവി
സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഈ മൃഗങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. വിനോദസഞ്ചാരികൾക്ക് ഈ മൃഗങ്ങളെ അടുത്തറിയാനുള്ള അവസരങ്ങളും ഇവിടെയുണ്ട്. ഇത് ഖത്തറിന്റെ പ്രകൃതി സ്നേഹത്തെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധതയെയും വിളിച്ചോതുന്നു. ഖത്തറിന്റെ നിയമവ്യവസ്ഥ ഇസ്ലാമിക നിയമങ്ങളെയും അതായത് ശരീഅത്ത് സിവിൽ നിയമങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന് മദ്യത്തിന്റെ കാര്യത്തിൽ ഖത്തറിൽ കർശന നിയന്ത്രണങ്ങളുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം നിരോധിച്ചിരിക്കുന്നു. കൂടാതെ മദ്യം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പ്രത്യേക ലൈസൻസുകൾ ആവശ്യമാണ്. ഇത് ഖത്തറിന്റെ മതപരവും സാംസ്കാരികവുമായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. വിവാഹബന്ധത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങൾ, പരസ്യമായ സ്നേഹപ്രകടനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ നിയമവിരുദ്ധമാണ്. ഇത് ഖത്തറിന്റെ സാമൂഹിക ഘടനയുടെയും ധാർമ്മികതയുടെയും ഭാഗമാണ്. വസ്ത്രധാരണ രീതിയിലും ഖത്തറിൽ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മാന്യമായ വസ്ത്രധാരണം പ്രോത്സാഹിപ്പിക്കുന്നു. സ്ത്രീകൾ തോളുകളും കാൽമുട്ടുകളും മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം. പുരുഷന്മാരും മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കണം. ഇത് നിയമം എന്നതിലുപരി അവിടുത്തെ സംസ്കാരത്തോടുള്ള ബഹുമാനമാണ്. വിനോദസഞ്ചാരികൾക്കും ഇത് ബാധകമാണ്. ഈ മര്യാദകൾ പാലിക്കുന്നത് ഖത്തറിലെ ജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് സഹായിക്കും. ഖത്തറിൽ കഫായ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ഇത് വിദേശ തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഈ സമ്പ്രദായം തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഖത്തർ സർക്കാർ ഈ സമ്പ്രദായത്തിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള നിരവധി നിയമനിർമ്മാണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇത് ഖത്തറിന്റെ മാനുഷിക വികസനത്തോടുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ഖത്തറിൽ ദിവാനിയ എന്നൊരു സാമൂഹിക ആചാരമുണ്ട്. ഇത് പുരുഷന്മാർ ഒത്തുകൂടി സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇത് ഖത്തറിന്റെ സാമൂഹിക ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇവിടെ അതിഥികളെ സ്വീകരിക്കുകയും കാപ്പിയും ഈന്തപ്പഴവും നൽകി സൽക്കരിക്കുകയും ചെയ്യുന്നു. ഇത് ഖത്തറിന്റെ ആതിഥ്യ മര്യാദയുടെയും സാമൂഹിക ബന്ധങ്ങളുടെയും പ്രതീകമാണ്. സ്ത്രീകൾക്ക് അവരുടേതായ സാമൂഹിക ഒത്തുചേരലുകളുമുണ്ട്. ഖത്തറിൽ ഈദ് പോലുള്ള മതപരമായ ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ സമയങ്ങളിൽ കുടുംബങ്ങൾ ഒത്തുചേരുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. ഇത് ഖത്തറിന്റെ മതപരവും സാംസ്കാരികവുമായ ഐക്യത്തെ വിളിച്ചോതുന്നു. ഈ ആഘോഷങ്ങൾ ഖത്തറിന്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ സന്തോഷവും ഐക്യവും കൊണ്ടുവരുന്നു. വലിപ്പത്തിൽ ഒരു ചെറിയ രാജ്യമാണെങ്കിലും ആഗോള നയതന്ത്രത്തിൽ ഖത്തറിന് വലിയ സ്വാധീനമുണ്ട്. പല അന്താരാഷ്ട്ര തർക്കങ്ങളിലും മധ്യസ്ഥന്റെ റോളിൽ ഖത്തർ പ്രവർത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ച് സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഖത്തർ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഖത്തറിനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു വിശ്വസ്ത പങ്കാളിയാക്കി മാറ്റി. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിലെ താലിബാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് ഖത്തർ ആതിഥേയത്വം വഹിച്ചു. ഇത് ഒരു വലിയ നയതന്ത്ര വിജയമായിരുന്നു. കൂടാതെ പല പ്രാദേശിക സംഘർഷങ്ങളിലും ഖത്തർ സമാധാനപരമായ പരിഹാരങ്ങൾക്കായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ഖത്തറിന്റെ വിദേശ നയത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. സംഭാഷണത്തിലൂടെയും ചർച്ചകളിലൂടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു. ഖത്തർ ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലും സജീവമായ പങ്കുവഹിക്കുന്നുണ്ട്. മാനുഷിക സഹായം, വികസന സഹായം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ആഗോള വിഷയങ്ങളിൽ ഖത്തർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. ഇത് ഖത്തറിന്റെ ആഗോള ഉത്തരവാദിത്ത ബോധത്തെയാണ് കാണിക്കുന്നത്. ഒരു ചെറിയ രാജ്യത്തിന് പോലും ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഖത്തർ തെളിയിക്കുന്നു. ഖത്തറിന്റെ ഈ നയതന്ത്രപരമായ സമീപനം അതിന്റെ സാമ്പത്തിക ശക്തിയിൽ നിന്ന് കൂടിയാണ് വരുന്നത്. എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയ ശേഖരം ഖത്തറിന് സാമ്പത്തിക ഭദ്രത നൽകുന്നു. ഇത് അവർക്ക് സ്വതന്ത്രമായ വിദേശ നയം പിന്തുടരാൻ സഹായിക്കുന്നു. കൂടാതെ ഖത്തർ എയർവേസ് പോലുള്ള ആഗോള ബ്രാൻഡുകൾ ഖത്തറിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ഖത്തറിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയാണ് ഖത്തർ എയർവേസ്. ഖത്തറിന്റെ ഈ നയതന്ത്രപരമായ കഴിവുകൾക്ക് പിന്നിൽ അവരുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വമുണ്ട്. ഭാവിയിലേക്കുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇത് ഖത്തറിനെ ഒരു പ്രാദേശിക ശക്തി എന്നതിലുപരി ഒരു ആഗോള ശക്തിയാക്കി മാറ്റുന്നു. സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായി ഖത്തർ ലോകത്ത് അറിയപ്പെടുന്നു. ഖത്തർ വെറും ഇന്നലകളിലും ഇന്നിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാജ്യമല്ല.
അവർക്ക് ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഖത്തർ നാഷണൽ വിഷൻ 2030 എന്ന പേരിൽ ഒരു ദീർഘകാല പദ്ധതി അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല ലക്ഷ്യമിടുന്നത്. മാനുഷിക വികസനം, സാമൂഹിക വികസനം, സാമ്പത്തിക വികസനം, പ്രാദേശിക വികസനം എന്നിങ്ങനെ 4 പ്രധാന സ്തംഭങ്ങളിലാണ് ഈ വിഷൻ അധിഷ്ഠിതമായിട്ടുള്ളത്. എണ്ണയെയും പ്രകൃതിവാതകത്തെയും മാത്രം ആശ്രയിക്കാതെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ വിഷന്റെ ഭാഗമായി വിദ്യാഭ്യാസം, ഗവേഷണം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ വലിയ നിക്ഷേപങ്ങൾ അവർ നടത്തുന്നു. ലോകോത്തര നിലവാരമുള്ള സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഖത്തർ ഫൗണ്ടേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ ഇതിന് വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. കൂടാതെ സുസ്ഥിര വികസനത്തിന് അവർ വലിയ പ്രാധാന്യം നൽകുന്നു. പുനരുപയോഗ ഊർജം, ജലസംരക്ഷണം, മലിനീകരണ നിയന്ത്രണം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മഷറൈബ്, ഡൗൺ ടൗൺ ദോഹ പോലുള്ള പദ്ധതികൾ ഇതിന് ഉദാഹരണമാണ്. ഖത്തർ സ്മാർട്ട് സിറ്റികൾ കെട്ടിപ്പടുക്കുന്നതിലും മുന്നിട്ട് നിൽക്കുന്നു. ലുസൈൽ സിറ്റി ഇതിന് ഒരു വലിയ ഉദാഹരണമാണ്. ആധുനിക സാങ്കേതിക വിദ്യയും സുസ്ഥിരതയും ഒരുമിച്ച് ചേരുന്ന ഒരു നഗരമാണിത്. ഭാവിയിലെ ജീവിത രീതിക്ക് ഒരു മാതൃകയാണ്. ഗതാഗതം, ഊർജം, ജലം എന്നിവയെല്ലാം സ്മാർട്ട് സംവിധാനങ്ങളിലൂടെയാണ് നിയന്ത്രിക്കുന്നത്. ഇത് ഖത്തറിന്റെ ദീർഘവീക്ഷണത്തെയും സാങ്കേതിക വിദ്യയോടുള്ള പ്രതിബദ്ധതയും കാണിക്കുന്നു. ഖത്തറിനെ കുറിച്ചുള്ള സ്റ്റോറി ബുക്കിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ തയ്യാറാക്കുന്നതിന് കുറച്ചുപേരുടെ അധ്വാനവും മികച്ച വീഡിയോ ഫൂട്ടേജുകളുടെ അവകാശം വാങ്ങുന്നതിന് പണവും ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ പുതിയ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്നതിനും ചാനലിന്റെ നിലനിൽപ്പിനും നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ പ്രധാനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പങ്കുവയ്ക്കൂ. കൂടുതൽ അതിശയകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഏത് രാജ്യത്തെക്കുറിച്ച് അറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഖത്തർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണെന്ന് കൂടി കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.